ലോകത്തിന്റെ അന്ത്യമായി എന്നുള്ള ആശങ്ക വളരെ പ്രസിദ്ധമാകുന്ന ഒരു ചോദ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും നിരവധി സംവാദങ്ങളും ഉടലെടുക്കുന്നുണ്ട്. 2018 മരിക്കുന്നതിന് മുമ്പ് ലോകപ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചില പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതേസമയം സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയ പ്രവചനങ്ങൾ ഇത്രയും കാലമായിട്ടും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആഗോളതാപനം, ഊർജത്തിന്റെ അമിത ഉപഭോഗം തുടങ്ങിയ ഭീഷണികളെക്കുറിച്ച് നാസ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവചനത്തെ നമ്മൾ എത്ര അടുത്തിരിക്കുന്നുവെന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. മരിക്കുന്നതിന് മുമ്പ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് ആശങ്കാകുലനായിരുന്നു. 2018 പുറത്തിറങ്ങിയ ദ സെർച്ച് ഫോർ എ ന്യൂ എർത്ത് എന്ന ഡോക്യുമെന്ററിയിൽ ഹോക്കിംഗ് 2600 വർഷത്തെക്കുറിച്ചുള്ള ആകുലതകൾ പങ്കുവച്ചിട്ടുണ്ട്. മനുഷ്യരാശിയുടെ പ്രവർത്തികളിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഭൂമി ഒരു വലിയ അഗ്നിഗോളമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗ്രഹ പ്രഭാവം എന്നിവയുടെ ആഘാതങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവ ഭൂമിയുടെ നാശത്തിന് കാരണമാകുന്നുവെന്നും ഹോക്കിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഭവങ്ങളുടെ അനിയന്ത്രിതമായ മനുഷ്യ ഉപഭോഗത്തിന്റെയും ജനസംഖ്യാ വർധനവിന്റെയും അപകട സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ജനസംഖ്യാ വർധനവും ഊർജ ഉപദേശത്തിന്റെ സുസ്ഥിരതയില്ലായ്മയും ഭൂമിയെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോക്കിംഗ് പങ്കുവച്ച ചില ആശങ്കകൾ നാസ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ നാശവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളിൽ പിന്തുണയില്ല. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് നാസയുടെ വക്താവ് മുൻപ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചും ഹോക്കിംഗ് ഉയർത്തിയ ആശങ്കകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അന്ത്യം എപ്പോഴാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ആഗോളതാപനം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിൽ നാസ പ്രതിജ്ഞാബദ്ധരാകണമെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരാശി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ്. മനുഷ്യൻ കാരണമുണ്ടാകുന്ന ആഗോളതാപനത്തിന്റെ അനന്തരഫലങ്ങൾ നിലവിലെ തലമുറയ്ക്ക് മാറ്റാനാകില്ലെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രത ഭാവിയിൽ മനുഷ്യരാശി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും. മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ അഭിപ്രായം. ഹോക്കിങ്ങിന്റെ പ്രവചനം ആശങ്കയുണ്ടാക്കുന്നതാണെങ്കിലും മനുഷ്യരാശിക്ക് പ്രതീക്ഷകൾ നൽകുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നാസ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.